ഹേ ഗയ്സ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CNCയുടെ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള CNCയുടെ ഇൻബിൽട്ട് ആയിട്ട് മോഡുള്ളത് വെപ്പൺ സ്കിൻ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാം ഉള്ളൊരു ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫയലിട്ടാൽ മാത്രമാണ് CNC ക്രാഷ് ഇല്ല പ്രോപ്പറായിട്ട് വർക്ക് ആവുക. ഓക്കെ, അപ്പം ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോയുടെ അവസാനം പാസ്വേഡ് വീഡിയോയുടെ താഴെയായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ CNCയുടെ API ഡൗൺലോഡ് ചെയ്യേണ്ട ഡയറക്റ്റ് ലിങ്ക് ഞാൻ വീഡിയോ റെഡി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഇതുപോലെ കുറേ കറങ്ങിയെടുക്കണ്ട, ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കണക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് പാസ്വേഡ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ അടിയിൽ കഴിഞ്ഞതിനകത്ത് കുറേ പേർക്ക് പാസ്വേഡ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാസ്വേഡ് വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടങ്ങളിലും പറയുന്ന കണക്ക് തന്നെ KPRP എന്ന് പറയുന്നൊരു സെർവർ ഉണ്ട്. അറ്റ് എ ടൈമിൽ ഒരു 60+ പ്ലേയേഴ്സ് മിക്ക ടൈമിൽ ഞാൻ കാണാറുണ്ട്. ബട്ട് ഞാൻ ഇന്നലെ ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷേ ഇന്നലെ നൈറ്റ് ഞാൻ നോക്കിയപ്പോൾ 120 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ജോയിൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി 15 ഗ്യാങ് ഉണ്ട്. ഒരു 5 സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്യാങ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ടിക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് മോഡ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുഡൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റും. ഹുഡ് ഓപ്പൺ ആക്കിയാൽ തന്നെ അതിനകത്ത് എഞ്ചിനും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാണുന്ന വെഹിക്കിളുണ്ട്. ചിലതിന് എഞ്ചിൻ ഇല്ല, ബട്ട് ഹുഡ് എല്ലാത്തിനും ഓപ്പൺ ആക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഡോർ തുറന്ന് ക്ലോസും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ഇനി ഡാമേജ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഡോർ തുറന്നാൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത വണ്ടിയാണെങ്കിൽ ഡോർ തുറന്ന് തന്നെ ക്ലോസും ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ നൈറ്റിലെ ഗ്രാഫിക്സ് ആണ് ഇത് തന്നെ. ഡിഫറൻറ്റ് വെതേഴ്സിന് ഡിഫറൻറ്റ് ടൈപ്പ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഡിവൈസും സപ്പോർട്ട് ആവുന്ന ഒരു ഗ്രാഫിക്സ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത ടൈമിൽ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പാർട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്യൂട്ടോറിയൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ട്യൂട്ടോറിയലിൻ്റെ 4th പാർട്ട് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മോഡുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ മാപ്പിൻ്റെ മോഡ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മാപ്പിൻ്റെ മോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിലും ചിലപ്പോൾ സപ്പോർട്ട് ആയില്ലെന്ന് വരും. അതുകൊണ്ട് മാപ്പിൻ്റെ മോഡ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫയൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് ഇടേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഇസഡ് റിസീവർ വേണം. അപ്പോൾ ഇസഡ് റിസീവറിൽ നിങ്ങൾ ഡൗൺലോഡ്സിലായിട്ട് ഈ ഒരു ഫയലിൻ്റെ നെയിമുള്ള ഫയൽ കാണും. ഓക്കെ, 1.9 GB സംതിങ് ആണ് ഫയൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ കാണും. ജസ്റ്റ് ഫയലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ കൊടുക്കുക. വ്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട്, അത് ഇസഡ് റിസീവർ ആണെങ്കിൽ സൈഡിലായിട്ട് മുകളിൽ ടോപ്പിലായിട്ട് ഒരു 3 ഡോട്ട് കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡബിൾ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫയൽസ് എല്ലാം സെലക്ട് ആവും. അതിന് ശേഷം അതിനകത്ത് ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഡിവൈസിനകത്ത് ആൻഡ്രോയിഡിനകത്ത് ഡേറ്റയിൽ യൂണിസോ സാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്തോട്ട് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫയൽ അവിടെ അപ്ലോഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പം ഓൾറെഡി നിങ്ങൾക്കൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ കാണും. അതൊന്നും ഡിലീറ്റ് ചെയ്യണ്ട. അതൊക്കെ കിടന്നോട്ടെ. അതൊക്കെ റീപ്ലേസ് ആക്കി, ഇപ്പോൾ എന്തെങ്കിലും റീപ്ലേസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് കൊടുത്താൽ മാത്രം മതി. അതൊക്കെ റീപ്ലേസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സാമ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഫയൽ പ്രോപ്പറായിട്ട് വീണിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. എങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ബ്ലാക്ക് സ്ക്രീനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫയലിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡിവൈസിന് സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇപ്പം ഫയലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മുടെ സെർവർ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ KPRP 54 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു 10 മണിയായിട്ട് ആ ഒരു ടൈമിൽ രാവിലെ. അപ്പോൾ നമ്മുടെ ഫയൽ പ്രോപ്പറായിട്ട് വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഞാൻ ഇട്ടുതരുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്തേക്കാം. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. എന്നിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ഒരു ആഡ് പോവും. എന്നിട്ട് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ വീണ്ടും ഇതേ കണക്കത്തെ ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു ക്ലിക്ക് ആഡ്സ് അതൊന്ന് പോകുന്ന നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് പോയി കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് പോകുന്ന നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കണ്ടിന്യൂ അടിക്കുമ്പോൾ മൂന്നാമത്തെ പേജ് വരും. ഇവിടെ ഒരു ടൈമർ കാണും. ആ ടൈമർ റണ്ണായി തീരുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഫൈനൽ പേജിലോട്ട് എത്തും. അവിടെ ഗെറ്റ് ലിങ്ക് എന്ന് അടിക്കുക. ഗെറ്റ് ലിങ്ക് എന്ന് അടിക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലത്തെത്തും. അവിടെ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രൗസർ ഒന്ന് ചെക്ക് ചെയ്യും. ജനറേറ്റ് ലിങ്ക് അടിക്കുക. ലിങ്ക് ജനറേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡിന് കൊടുക്കുക. ഇത്രയും.